നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 15 ഉച്ചയ്ക്ക് 12:54 PM മുതൽ സൂര്യൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ മിഥുന മാസം മുഴുവൻ ഞങ്ങൾ പറയുന്നത് ഏകദേശം 3 രാശിക്കാർക്ക് നേട്ടമാണ്. നാലാമൊരു രാശികളുണ്ട്, പക്ഷെ അവർക്ക് അത്ര മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ടില്ല. അതുകൊണ്ട് അത് അവസാനം ഞാൻ സൂചിപ്പിക്കാം. എനിവേ, അപ്പോൾ ഇവിടെ 3 രാശിക്കാർക്ക് നേട്ടമാണ് മിഥുന മാസം മുഴുവൻ. അപ്പോൾ ഈ സൂര്യൻ അനുകൂലമായിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? പ്രധാനമായിട്ടും 3 വകുപ്പാണ് സൂര്യൻ കൈകാര്യം ചെയ്യുന്നത്. തൊഴിൽ, അതായത് ജോലി, അതായത് പ്രൊഫഷൻ, അതുപോലെ തന്നെ പിതാവ്, മക്കൾ, ഈ 3 ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർ കൈകാര്യം ചെയ്തത്. തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് സൂര്യൻ. ഓക്കെ. അപ്പോൾ ഈ സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ പൊതുവെ 4 ഭാവങ്ങളാണ് അനുഗ്രഹം ചൊരിയുന്നത്. പക്ഷെ അതിലൊരെണ്ണം അത്ര പോരാ. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നില്ല, അവസാനം സൂചിപ്പിക്കാം. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ മിഥുന മാസം മുഴുവൻ ഉണ്ടാവും. ഓക്കെ, ഏകദേശം ജൂലൈ 15 വരെ. ഓക്കെ, ഒരു മാസം, മിഥുന മാസം മുഴുവൻ സൂര്യൻ അനുകൂലമാകുന്ന രാശിക്കാർ, അവർക്ക് നേട്ടങ്ങൾ പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ്. എന്ന് പറയുമ്പോൾ തൊഴിലുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിയുകയും തൊഴിൽപരമായിട്ട് അവർക്ക് നേട്ടം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ പുതുതായിട്ട് ജോലി തിരഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത. പിന്നെ ഈ തൊഴിലുള്ളവർക്ക് തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, ശമ്പള വർധനവ്, അതുപോലെ ആനുകൂല്യങ്ങൾ വല്ലതും കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത. എന്തായാലും ജൂൺ 16 മറ്റോ ആണ് കേരളത്തിൻ്റെ ബജറ്റ് വരുന്നത്. ഓക്കെ, അതിനകത്തൊക്കെ പല നേട്ടങ്ങളും ഉണ്ടാവാം. ഓക്കെ, വിസ്മയങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വി.ഡി. സതീശൻ. എത്രത്തോളം വിസ്മയം ഉണ്ടാവുന്നുള്ളൂ കണ്ടറിയാം. ഓക്കെ, എന്നിട്ട് കിട്ടാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യത. അതുപോലെ തന്നെ പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് ഐശ്വര്യം, നേട്ടം, സാമ്പത്തികമായ നേട്ടങ്ങൾ, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ. പിന്നെ മക്കൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതല്ലേ ഉള്ളൂ, അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും മിഥുന മാസം. ഓക്കെ, അതുപോലെ തന്നെ മുതിർന്ന സന്താനങ്ങളാണെങ്കിൽ അവരിൽ നിന്ന് സാമ്പത്തികമായിട്ടോ മറ്റ് രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കും. തൊഴിൽപരമായിട്ട് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ ഈ പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശമിക്കാനുള്ള സാധ്യത. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന 4 രാശിക്കാരാണ് പറയേണ്ടത്. എങ്കിലും ആദ്യം ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം. കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം, കന്നിരാശിയും കന്നിലഗ്നവും. ഓക്കെ, അവർക്കിവിടെ ശനിയും സൂര്യനും സർപ്പവും ശിഖിയും ശുക്രനും ബുധനും ഒക്കെ അനുകൂലമാണ്. നിരവധി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അവരുടെ മുൻപന്തിയിൽ വരുന്നത് ഈ സർപ്പത്തിൻ്റെയും ശിഖിയുടെയും ഒരു ആനുകൂല്യം കൊണ്ടാണ് അവർ മുൻപോട്ട് വരുന്നത്. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും വ്യാഴം 11 ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വരുന്നത്. അതുപോലെ ശുക്രനും ഇപ്പോൾ തൽക്കാലം
പതിനൊന്നാം ഭാവത്തിൽ അവസാനത്തുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കന്നിരാശി 1-ാം സ്ഥാനം നേടുകയാണ്. 2-ാം സ്ഥാനം ഞങ്ങൾ പറയുന്നത് മകരം രാശിയാണ്. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് പ്രധാനമായിട്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ശനിയും വ്യാഴവും അനുകൂലമാണ്. അതിനോടൊപ്പം സൂര്യനും ബുധനും ഒക്കെ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ അവർക്കും ഈ നേട്ടങ്ങളൊക്കെ വരുന്നു. മകരം രാശി എന്ന് പറയുമ്പോൾ അവർക്ക് 6-ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ തൊഴിൽ രംഗത്തെ ശത്രുത കുറയും, പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കേസും വഴക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും ഈ മിഥുന മാസം. ഓക്കെ. മകരം രാശി. കന്നിരാശിക്ക് 10-ാം ഭാവത്തിൽ കർമ്മഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. പിന്നെ തൊഴിൽ രംഗത്ത് അല്പം തിരക്ക് പിടിച്ച ഒരവസ്ഥയായിരിക്കും. ഓക്കെ. അത് പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാതെ ആ തിരക്കിൽ നിന്ന്. ഓക്കെ. ഇനി ഞങ്ങൾ പറയുന്ന 3-ാമത്തെ രാശി എന്ന് പറയുന്നത് 3-ാം സ്ഥാനം കിട്ടുന്നത് മേടം രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് പക്ഷേ ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. അപ്പോൾ അവർക്ക് നേട്ടങ്ങൾ ഈ കന്നിക്കും മകരത്തിനും കിട്ടുന്ന അത്രയും കിട്ടില്ല. എന്തായാലും അവർക്കും നേട്ടങ്ങളുണ്ടാവും. അവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കാര്യം സർപ്പവും ശിഖിയും അനുകൂലമാണ്. പക്ഷേ ശനിയും വ്യാഴമൊന്നും അത്ര സുഖകരമായിട്ടല്ല നിൽക്കുന്നത്, ചൊവ്വയും. എന്തായാലും മേടൻ രാശിക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നു. മേടൻ രാശിക്ക് 3-ാം ഭാവത്തിലാണ് നേട്ടം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ അവർക്ക് കുടുംബപരമായിട്ട് നേട്ടമുണ്ടാവും. ഓക്കെ. കുടുംബത്തിൽ സമാധാനമുണ്ടാവും ഇതിനോടൊപ്പം, ഈ തൊഴിൽപരമായിട്ടുള്ള നേട്ടത്തിന് പുറമെ. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകംപൂര ഉത്ര ആദ്യ പാദം. പക്ഷേ ചിങ്ങത്തിന് ശനി, വ്യാഴം, സർപ്പം, ശിഖി ഇതെല്ലാം പ്രതികൂലമാണിപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ കുറയും. ഓക്കെ. സൂര്യൻ കൊണ്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു പൊലിമ ഉണ്ടാവില്ല, പൂർണ്ണത ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.